നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പറയാൻ പോകുന്നത്. അൽ മുഗ്താബു, പരദൂഷണം പറയുന്നവൻ അല്ലെങ്കിൽ പരദൂഷണം പറയുന്നവൾ, കുറ്റം പറയുന്നവൾ അല്ലെങ്കിൽ കുറ്റം പറയുന്നവൻ. വൽ മുസ്തമിഉ, ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ, ശ്രദ്ധിച്ച് കേൾക്കുന്നവൾ. ശരീക്കാനി, പങ്കുകാരാണ്. ഫിൽ ഇസ്മി, കുറ്റത്തിൽ. അപ്പോൾ ഗീബത്ത് അഥവാ കുറ്റം പറയൽ, അത് പറയുന്നവരെ പോലെ തന്നെ കുറ്റം കിട്ടുന്ന സംഭവമാണ് എന്ത്? കേൾക്കലും എന്ന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഗീബത്ത് അഥവാ കുറ്റം പറയാതിരുന്നാൽ മാത്രം പോരാ, അതേതായാലും തെറ്റാണ്. വൽ മുസ്തമിഉ, ശ്രദ്ധിച്ച് കേൾക്കൽ, അതും തെറ്റാണ്. അപ്പോൾ പറയുന്ന അതേ കുറ്റം തന്നെയാണ് ശ്രദ്ധിച്ച് കേൾക്കുന്നതും. അപ്പോൾ നമ്മളോടിപ്പോൾ ഒരാൾ മറ്റൊരാളുടെ കുറ്റം പറയുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കരുത് എന്ന്. അത് കേട്ടാൽ ആ കുറ്റം പറയുന്നതിന് പ്രോത്സാഹിപ്പിക്കലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് അവർ പറയുന്ന അതേ കുറ്റം തന്നെയാണ് നമുക്കും ലഭിക്കുക എന്ന്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഗീബത്ത് നമ്മൾ പറയാതെ നമ്മൾ ശ്രദ്ധിച്ച്, പക്ഷേ അത് മാത്രം പോരാ, നമ്മൾ ഗീബത്ത്, മറ്റുള്ളവരെ ഗീബത്ത് പറയുന്നത് നമ്മൾ കേൾക്കാനും പാടില്ല, അതിന് ഇരുന്ന് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? ഗീബത്ത് പറയാതിരിക്കൽ നമുക്ക് കഴിയും, പക്ഷേ അത് കേൾക്കാതിരിക്കാനും ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഗീബത്ത് പറയുന്നത് ഒരാൾ നമ്മളോട് തുടങ്ങിയാൽ അവിടെ നിന്ന് മെല്ലെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിഞ്ഞു മാറണം, കേൾക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ അങ്ങനത്തെ സദസ്സുകൾ, മറ്റുള്ളവരെ കുറ്റം പറയുന്ന സദസ്സുകൾ, അതിൽ നിന്നൊക്കെ നമ്മൾ മെല്ലെ എഴുന്നേറ്റിങ്ങ് പോരണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കേൾക്കുക എന്ന കുറ്റത്തിൽ നിന്ന് ഒഴിവാവാൻ കഴിയൂ. അപ്പോൾ ഇനി മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പരദൂഷണം പറയൽ മാത്രമല്ല തെറ്റ്, അത് കേൾക്കലും കുറ്റമാണ് എന്ന്. മാത്രമല്ല അതേ കുറ്റം നമുക്കുണ്ടാവും, ആ പറഞ്ഞ ആളതേ കുറ്റം നമുക്കുണ്ടാവും എന്ന്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗീബത്ത് പറയലും. അത് പറയുന്നത്, മറ്റൊരാളെ പറയുന്നത് നമ്മൾ കേൾക്കലും അത് വലിയ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത് ശ്രദ്ധിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.